നിർമ്മാണം പൂർത്തിയാകാതെ കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം. 4 പാലങ്ങൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനുണ്ട്. നിർമ്മാണം നടക്കുന്നിടത്ത് ഗതാഗതക്കുരുക്ക് പതിവാണ്. നിർമ്മാണം പൂർത്തിയാകാത്ത സ്ഥലം ഒഴിവാക്കിയാണ് ടോൾ തുകയെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ടോൾ കൊടുത്താണെങ്കിലും നല്ല റോഡിലൂടെ വേഗത്തിൽ പോകാമെന്ന് കരുതിയാണ് ദേശീയപാതയിലൂടെ ജനങ്ങൾ വാഹനമോടിക്കുന്നത്. പക്ഷേ അങ്ങനെ സ്വതന്ത്രമായി പോകാൻ കഴിയുന്ന അവസ്ഥയിലായിട്ടില്ല ടോൾ പിരിവ് തുടങ്ങിയ സ്ഥലത്ത് പോലും എന്നതാണ് വസ്തുത. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട്ടെ രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. നമ്മൾ നിൽക്കുന്നത് വെങ്ങളം രാമനാട്ടുകര റീച്ചിലെ പുറക്കാട്ടിരി എന്ന ഭാഗത്താണ്. ഇവിടെ പാലം പണി നടക്കുന്നുണ്ട്. അത് പൂർത്തിയാകാത്തതിനാൽ വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടിയാണ് കയറിപ്പോകുന്നത്. ഇങ്ങനെ നിർമ്മാണം പൂർത്തിയാകാത്ത 4 പാലങ്ങൾ ഈ റീച്ചിലുണ്ട്. ടോൾ പ്ലാസയ്ക്ക് തൊട്ടടുത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗങ്ങളുണ്ട്. ഉയർന്ന നിരക്കുള്ള ടോൾ നൽകി ഇങ്ങനെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. ഇങ്ങനെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പലപ്പോഴും ഗതാഗതക്കുരുക്കും ഉണ്ടാകാറുണ്ട്. സുരക്ഷാ ഭിത്തിയില്ലാതെ പാലം നിർമ്മാണം നടത്തുന്നതിലെ അപകടാവസ്ഥ വേറെ. ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞാലും ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇത്രയും നേരം നമ്മൾക്ക് ഇത്രയും 1200 റുപ്യ ടോൾ കൊടുത്താണ്ടാണ് കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. വൺ സൈഡ് 630 റുപ്യ ടോളാണ്. ആ ടോൾ കൊടുത്തിട്ട് നമ്മൾ ഈ ബ്ലോക്ക് നിൽക്കാനാണ് നമ്മൾ വരുന്നത്. ഈ തോതിലുള്ള റോഡിലേക്ക് നമ്മൾ എന്തിനാ ടോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ടോൾ എടുത്താൽ മതിയില്ലേ? ടോൾ ഇവിടെ തന്നെ അല്ലേ? നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. സർവീസ് റോഡ് ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിവ് നടത്തരുതെന്നാവശ്യപ്പെട്ട് വാഹനോടമകളുടെ സംഘടന നിയമപോരാട്ടത്തിനും പ്രക്ഷോഭത്തിനും ഒരുങ്ങുന്നുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു വേണ്ടത്. പക്ഷേ നമ്മുടെ പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ അതായിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗങ്ങളിൽ ടോൾ വാങ്ങുന്നില്ലെന്ന സാങ്കേതികമായ വാദം ഉന്നയിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ചെയ്യുന്നത്. നിർമ്മാണം പൂർത്തിയാവാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. അതേസമയം നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗം ഒഴിവാക്കിയാണ് ടോൾ പിരിക്കുന്നതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, ഈ പ്രധാനമായി ഇത് തൊണ്ടയാട് മുതൽ രാമനാട്ടുകരയുള്ള ഭാഗത്താണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. അതല്ലാത്ത വെങ്ങളത്തേക്കുള്ള റീച്ചിലും ഉണ്ടോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? വെങ്ങളം രാമനാട്ട് റീച്ചിലെ പണി പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ടോൾ പിരിവിലേക്ക് തുടങ്ങിയത്. അതേസമയം ഇപ്പോഴും 4 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അതിൽ വീണ്ടും അഡീഷൻ, അതായത് വീണ്ടും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കാരണം അവിടെ വലിയ തോതിൽ പല സമയത്തും, പ്രത്യേകിച്ച് അഴിഞ്ഞിടത്താണെങ്കിലും കടവ് റിസോർട്ടിന്റെ ഭാഗത്തൊക്കെ തന്നെയും വലിയ തോതിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് വലിയ തോതിൽ പ്രതിഷേധം വരുന്നത്. അതായത് നിർമ്മാണം പൂർത്തിയാക്കാതെ മാത്രമല്ല ഉയർന്ന ടോൾ കൊടുത്തുകൊണ്ട് ഗതാഗത കുരുക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ശരിക്കും വലിയ തോതിൽ വിമർശനം ഉണ്ടാകുന്ന കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ വെഹിക്കിൾ അസോസിയേഷൻ എന്നൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവർ സമരത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും പോകുന്നത്. ഒന്ന്, വാഹനങ്ങൾ ഇതിന് സാങ്കേതികമായ ന്യായം പറയുന്നത് എത്ര പാലമാണോ പൂർത്തിയാകാത്തത് അതിന്റെ തുക കുറച്ചാണ് ഞങ്ങൾ പിരിക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റി ഒരു ന്യായം പറയുന്നുണ്ട്. അതേസമയം അത് എത്രത്തോളം കോടതിയിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ടോളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, വെട്ടിച്ചിറയിലേക്ക് പോവുകയാണെങ്കിൽ ആ വെട്ടിച്ചിറയും ഒളവണ്ണ ടോൾ പ്ലാസയും തമ്മിൽ 60 കിലോമീറ്റർ ദൂരമില്ല. അതിനും ഒരു എക്സെപ്ഷൻ വാങ്ങിയായിട്ട് പറയുന്നു. ആ അർത്ഥത്തിൽ ചട്ടങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ ആദ്യം ടോൾ പിരിക്കുക എന്നൊരു മുൻഗണന നൽകുന്നു. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അതോടൊപ്പം തന്നെ നിർമ്മാണങ്ങൾ പൂർത്തിയാകുക, ഗതാഗത തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നീ ആവശ്യങ്ങൾക്കല്ല ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെതായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ വാഹന ഉടമകളും മറ്റുമൊക്കെ പങ്കുവയ്ക്കുന്നത്. ശരി.